നമസ്കാരം. പഞ്ചഭൂതങ്ങൾക്ക് വാസ്തുവിൽ വലിയ പ്രാധാന്യം തന്നെ അഥവാ സ്ഥാനം തന്നെ നൽകിയിരിക്കുന്നതാകുന്നു. പഞ്ചഭൂതങ്ങളാൽ നിയമങ്ങൾ രചിക്കപ്പെട്ട ശാസ്ത്രം എന്നും വാസ്തുവിനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. അത്രമേൽ പ്രാധാന്യം വാസ്തുവിൽ ഉണ്ട്. അഥവാ അഗ്നി, വായു, ആകാശം, ജലം, ഭൂമി എന്നിവയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യം വാസ്തുവിൽ നൽകിയിരിക്കുന്നതാകുന്നു. ഇവ എപ്പോഴും സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കണം എന്നാണ് വാസ്തുവിൽ പ്രധാന തത്വമായി പരാമർശിക്കുന്നത്. അതിനാൽ ഇവയുമായി ബന്ധപ്പെട്ട് വരുന്ന ചെറിയ വ്യത്യാസങ്ങളാൽ പോലും വലിയ ദുരിതങ്ങൾ നാം അനുഭവിക്കേണ്ടതായി വരുന്നതുമാണ്. അഗ്നിയില്ലാത്ത വീട് നിലനിൽക്കുന്നതല്ല, അഗ്നിയില്ലാതെ നിലനിൽക്കുവാൻ സാധിക്കുന്നതുമല്ല. അഗ്നിയാൽ നാം ആഹാരം പാചകം ചെയ്യുവാനും ഊർജം അതിലൂടെ വന്ന് ചേരുന്നതുമാണ്. ഇതിനാൽ ഒരു പ്രധാന ഘടകമായി തന്നെ അഗ്നി മാറുന്നതുമാണ്. വീടിന്റെ ഉയർച്ചയ്ക്കായി വാസ്തുവിൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും പരാമർശിച്ചിട്ടുള്ളതാകുന്നു. അതിനാൽ തന്നെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രധാനമായും പരാമർശിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക. ഇവ പാലിക്കാത്ത വീടുകൾ എന്നും ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. എന്നാൽ ഇവ പാലിക്കുന്ന വീടുകളിൽ ഉയർച്ച നാൾക്ക് നാൾ വന്ന് ചേരുകയും ചെയ്യും. അവ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വടക്ക് കിഴക്ക് ദിശ, ഈശാനമൂല എന്നാണ് ഈ ദിശയെ പരാമർശിക്കുന്നത്. ഇവിടെ ഈശ്വരാനുഗ്രഹവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ഒരു ദിശ തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ ദിശയിൽ ഒരിക്കലും തീ ഇടുകയോ മറ്റോ നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. ഇപ്രകാരം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കണം എന്നില്ല. ചപ്പുചവറുകൾ ഇവിടെ ഇടാൻ പാടുള്ളതല്ല, അഥവാ കൂട്ടിയിടാൻ പാടുള്ളതല്ല. അത് വലിയ ദോഷകരമായി തന്നെ മാറും. ജീവിതത്തിൽ ദുരിതങ്ങൾ നിറഞ്ഞതായി മാറുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അത്തരത്തിൽ ജീവിതം മാറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ആ വീട്ടിലെ അംഗങ്ങൾക്ക് വന്നു ചേരാം. അതേപോലെ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ ഒരു കാരണവശാലും ഈ ദിശയിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ തീയിടാൻ പാടുള്ളതല്ല. കിഴക്ക് ദിശ, ഈ ദിശയിൽ തീയിടുന്നതിലൂടെ ശത്രുദോഷം കുറയ്ക്കുവാൻ സാധിക്കും. പറഞ്ഞു വരുന്നത് ദൃഷ്ടിദോഷം എന്നിവ ഒഴിവാക്കുവാൻ ഈ ദിശയിൽ കടുക്, ഉപ്പ്, മുളക് എന്നിവ ഒഴിഞ്ഞ് കത്തിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അഥവാ പെട്ടെന്ന് ഫലം സിദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. അതിനാൽ തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നത്, കുടുംബാംഗങ്ങളെ ഏവരെയും ഇപ്രകാരം ചെയ്യുന്നത് ശുഭകരമാകുന്നു. ഇതിലൂടെ ജീവിതത്തിൽ നിന്നും ദൃഷ്ടിദോഷത്തെ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. മറ്റൊന്ന് വടക്ക് പടിഞ്ഞാറാകുന്നു. ഒരിക്കലും ഈ ദിശയിൽ അഗ്നിയുടെ സാന്നിധ്യം പാടില്ല എന്നാണ് പരാമർശിക്കുന്നത്. വായുകോണാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ നിങ്ങൾക്ക് പടരുവാൻ ഇതിലൂടെ കാരണമായി തീരും. പലവിധ ദുഃഖങ്ങൾ, വിഷമങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിൽ ആധി വന്നു ചേരാം. അതിനാൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു തെറ്റ് ചെയ്യുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് വലിയ ദോഷമായി തീരും. മറ്റൊരു ദിശ തെക്ക് കിഴക്ക് ദിശയാകുന്നു. തെക്ക് കിഴക്ക് ദിശ അഗ്നികോണാണ്. ഇവിടെയാണ് ചപ്പു ചവറുകൾ തീയിടുവാൻ ഏറ്റവും ഉത്തമമായ ദിശയായി പരാമർശിക്കുന്നത്. ഇവിടെ നിങ്ങൾ തീയിടുന്നതിലൂടെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പല ദുരിതങ്ങളെ ഒഴിവാക്കുവാനും ആ വീടുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ വാസം, അനുഗ്രഹം വന്നു ചേരുവാൻ ഇതിലൂടെ സാധിക്കുന്നതുമാണ്. അതിനാൽ വീടുകളിൽ ഉറപ്പിക്കുവാൻ ഇപ്രകാരം ചെയ്യുക. സംക്രാന്തിയുടെ തലേനാൾ ഇവിടെ ചപ്പുചവറുകൾ കൂട്ടിയിട്ട് തീ കൊളുത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വർദ്ധിക്കുകയും ആ ലക്ഷ്മി സാന്നിധ്യം ആ വീടുകളിൽ കുറയുന്നതിന് സഹായകരമായി തീരുകയും ചെയ്യും. അതിനാൽ ഈ ദിശ മറക്കാതിരിക്കുക. മറ്റൊരു ദിശ പടിഞ്ഞാറ് ദിശയാകുന്നു. ഈ ദിശയിലും തീ ഇടാവുന്നതാണ്. വലിയ ദോഷം ഉണ്ടാകണം എന്നില്ല. ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുവാൻ ഇതിലൂടെ സഹായകരമാണ്. അതിനാൽ ഈ ദിശയിലും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീ ഇടുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ പരാമർശിക്കാം. മറ്റൊരു ദിശയായി പരാമർശിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ദിശയാകുന്നു. തെക്ക് പടിഞ്ഞാറ് ദിശയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. കാരണം കന്നിമൂല എന്നാണ് പരാമർശിക്കുന്നത്. അതിനാൽ തന്നെ ഈ ദിശയുമായി ബന്ധപ്പെട്ട് വളരെയധികം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
കാരണം ഈ ദിശ അസുരൻ ഭരിക്കുന്ന ദിശയാകുന്നു. അതിനാൽ അത്രമേൽ പ്രാധാന്യം നൽകിയില്ല എങ്കിൽ തിരിച്ചടികൾ ജീവിതത്തിൽ കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ഈ ദിശ എപ്പോഴും നിങ്ങൾ ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കണം. മലിനജലം ഒരിക്കലും ഇവിടെ വരാൻ പാടുള്ളതല്ല. ഇപ്രകാരം വരുന്നതിലൂടെ ആ വീടുകളിൽ രോഗദുരിതങ്ങൾ, കഷ്ടതകൾ വന്നു ചേരുകയും സമാധാനം നഷ്ടപ്പെടുന്നതായ അവസ്ഥ സംജാതമാവുകയും ചെയ്യാം. അതിനാൽ ജലം ഒരിക്കലും ഇവിടെ കെട്ടി നിൽക്കുവാൻ നിങ്ങൾ സമ്മതിക്കരുത്, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കരുത് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന് മാലിന്യമാകുന്നു. കൂടാതെ ചപ്പ് ചവറുകൾ ഇവിടെ കൂട്ടിയിടുന്നതും നിങ്ങൾക്ക് വലിയ ദോഷകരമായി തീരും. ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരാം. പ്രധാനമായും അധിക ചിലവുകൾ, കടം എന്നിവ നിങ്ങൾക്ക് വന്നു ചേരും. കൈകളിൽ ധനം നിൽക്കാത്തതായ അവസ്ഥ, പലപ്പോഴും പണം കൈകളിലേക്ക് വന്നു ചേരുകയും പെട്ടെന്ന് ചിലവായി പോവുകയും ചെയ്യാം. രോഗദുരിതങ്ങളാലും ഇത്തരത്തിൽ പണം നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ആ കാര്യത്തിനും അഥവാ ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുക. അനാവശ്യമായ ചിലവുകളാൽ ജീവിതം ദുരിതപൂർണമായി മാറും ഈ ദിശയിൽ. അതിനാൽ ഒരിക്കലും അഗ്നിയോ ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പാടുള്ളതല്ല. ഇവിടെ അഗ്നി പകരുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അത്രമേൽ ദോഷകരമായി ബാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ ദിശകൾക്ക് തീർച്ചയായും നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. ഈ ദിശകൾക്ക് ശരിയായ രീതിയിലുള്ള പ്രാധാന്യം നൽകുന്നതിലൂടെ പ്രധാനമായും ആ വീടുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പരാമർശിച്ചിരിക്കുന്ന തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ദിശകളിൽ തീ ഇടുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏറ്റവും ഉത്തമമായ ദിശ തെക്ക് കിഴക്ക് ദിശയാകുന്നു. അഗ്നിദേവൻ അഥവാ അഗ്നികോണായി പരാമർശിക്കുന്ന ദിശയാകുന്നു. അതിനാൽ ഈ ദിശയിൽ അഗ്നി ഉണ്ടാകുവാൻ അഥവാ തീയിടുമ്പോൾ ഈ ദിശയ്ക്ക് നിങ്ങൾ പ്രാധാന്യം നൽകുക. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ വാസ്തുപ്രകാരം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കും.